എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ 33-ാം പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ സിരകളിൽ ഭയം നിറച്ചുകൊണ്ട് അവരുടെ രക്തമുറയിക്കുന്ന ഒരു ഇതിഹാസ ഇന്നിംഗ്സിനാണ് വാങ്കഡെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ പിച്ച് പേസർമാർക്ക് നൽകുന്ന ആനുകൂല്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആദ്യം ബൗൾ ചെയ്യാൻ ധീരവും തന്ത്രപരവുമായ തീരുമാനമെടുത്തു. എന്നാൽ തടഞ്ഞു നിർത്താൻ അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൊടുങ്കാറ്റിനെയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ നായകൻ ഋതുരാജ് ഗേക്വാദും അസാമാന്യ പ്രതിഭയായ സഞ്ജു സാംസണും കളത്തിലിറങ്ങി. ക്രീസിൽ കാലുകുത്തിയ നിമിഷം മുതൽ അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: സമ്പൂർണ്ണ ആക്രമണം. മുംബൈക്കായി ആദ്യ ഓവർ എറിയാനെത്തിയത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൌളർ സാക്ഷാൽ ജസ്പ്രീത് ബുംറ. എന്നാൽ തന്റെ 5ാമത്തെ പന്തിൽ ബുംറയ്ക്ക് പിഴിച്ചു. കാൽ വര കടന്നപ്പോൾ അമ്പയർ നോബോൾ വിളിച്ചു. ഈ സുവർണാവസരം ഇരുകൈയും നീട്ടി സ്വീകരിച്ച സഞ്ജു സാംസൺ അടുത്ത പന്തിൽ തന്നെ കവർ പോയിന്റിന് മുകളിലൂടെ ഒരു തകർപ്പൻ ബൗണ്ടറി പായിച്ച് തന്റെ മാസ്മരിക ഇന്നിംഗ്സിന് തുടക്കം കുറിച്ചു. അപ്പോഴേക്കും വാങ്കഡയിലെ ഗാലറികൾ തിങ്ങി നിറഞ്ഞിരുന്നു. സ്റ്റേഡിയത്തിന്റെ മുക്കിലും മൂലയിലും CSK എന്ന ആരവം അലയടിച്ചുകൊണ്ടിരുന്നു. 2ാം ഓവറിൽ തന്റെ വേഗതയിലൂടെ സമ്മർദ്ദം സൃഷ്ടിക്കാമെന്ന പ്രതീക്ഷയോടെ സാക്ഷാൽ ഹാർദിക് പാണ്ഡ്യ പന്തെറിയാനെത്തി. എന്നാൽ മറുവശത്ത് നിന്നിരുന്ന ചെന്നൈ നായകൻ ഋതുരാജ് ഹാർദിക്കിന്റെ വേഗത കുറഞ്ഞ ഒരു ഷോർട്ട് പിച്ച് പന്തിനെ അതിന്റെ പൂർണ്ണതയിൽ വായിച്ചെടുക്കുകയും ഫൈൻ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തി മുംബൈ ഡഗ്ഔട്ടിനെ ഞെട്ടിക്കുകയും ചെയ്തു. എന്നാൽ ഈ കൊടുങ്കാറ്റിനിടയിലും മുംബൈക്ക് ഒരു പിടിവള്ളി ലഭിച്ചത് 3ാം ഓവറിലായിരുന്നു. യുവ സ്പിന്നർ AM ഗസൻഫർ തന്റെ മാന്ത്രിക വിരലുകളുടെ കരുത്തു പുറത്തെടുത്തു. 22 റൺസ് എടുത്ത് നിൽക്കുകയായിരുന്ന ഗെയ്ക്വാദ് ഗസൻഫറിന്റെ ഉള്ളിലേക്ക് തിരിയുന്ന ഒരു നിഗൂഢമായ ക്യാരം ബോൾ ക്രീസിൽ നിന്നിറങ്ങി ലോങ് ഓഫിലൂടെ അടിക്കാൻ ശ്രമിച്ചു. എന്നാൽ പന്ത് ബാറ്റിൽ കൃത്യമായി കൊണ്ടില്ല. അതിർത്തിയിൽ ജാഗരൂകനായി നിന്നിരുന്ന തിലക് വർമ്മ യാതൊരു പിഴവുമില്ലാതെ ആ ക്യാച്ച് കൈപ്പിടിയിലൊതുക്കി. ക്യാപ്റ്റന്റെ മടക്കത്തോടെ മുംബൈ ക്യാമ്പിൽ ജീവൻ തിരിച്ചുകിട്ടി. വാങ്കഡയുടെ അന്തരീക്ഷത്തിൽ അപ്പോൾ വല്ലാത്തൊരു പിരിമുറുക്കമുണ്ടായിരുന്നു. കാരണം അടുത്തതായി ക്രീസിലെത്തിയത് വാങ്കഡയുടെ സ്വന്തം താരവും ആഭ്യന്തര ക്രിക്കറ്റിലെ രാജാവുമായ സർഫറാസ് ഖാനായിരുന്നു. കാണികളുടെ കാതടപ്പിക്കുന്ന ഹർഷാരവങ്ങൾക്കിടയിൽ കളത്തിലിറങ്ങിയ സർഫറാസ് തന്റെ സവിശേഷമായ ഭയരഹിത ശൈലിയിൽ ബുംറയുടെ ആദ്യ പന്തിൽ തന്നെ ഒരു സ്ട്രെയിറ്റ് ഫോർ പായിച്ച് തന്റെ നയം വ്യക്തമാക്കി. പിന്നീട് കിവി സ്പിന്നർ മിച്ചൽ സാന്റ്നർ പന്തെറിയാനെത്തിയപ്പോൾ തന്റെ പ്രിയപ്പെട്ട സ്വീപ്പ് ഷോട്ടുകളിലൂടെ സാന്റ്നറെ ഒരു കളിപ്പാട്ടം പോലെ കൈകാര്യം ചെയ്ത സർഫറാസ് തുടർച്ചയായി 2 ഫോറുകൾ നേടി സ്റ്റേഡിയത്തെ വീണ്ടും ആവേശത്തിലാക്കി. എന്നാൽ തന്റെ വർഷങ്ങളുടെ പരിചയസമ്പത്ത് പുറത്തെടുത്ത സാന്റ്നർ അടുത്ത പന്തിൽ വേഗത കുറച്ചുകൊണ്ട് പന്ത് കുറച്ചുകൂടി ഫ്ലൈറ്റ് ചെയ്യിച്ചു. വീണ്ടും വലിയ ഷോട്ടിന് ശ്രമിച്ച സർഫറാസ് പൂർണ്ണമായും കബളിപ്പിക്കപ്പെട്ടു. പന്ത് അവന്റെ പ്രതിരോധം ഭേദിച്ച് സ്റ്റമ്പുകൾ പിഴുതെറിഞ്ഞു. സർഫറാസിന്റെ അപ്രതീക്ഷിത വീഴ്ചയ്ക്ക് ശേഷം ചെന്നൈയുടെ ഏറ്റവും വലിയ മാച്ച് വിന്നറായ സാക്ഷാൽ സിക്സർ മെഷീൻ ശിവം ഡൂബെ ക്രീസിലെത്തി. സിക്സറുകളുടെ പെരുമഴ പെയ്യിച്ച് ഡൂബെ സ്കോറിംഗ് വേഗത വർദ്ധിപ്പിക്കുമെന്ന് എല്ലാവരും കരുതി. ഡൂബെയുടെ ഭീമാകാരമായ രൂപം കണ്ട് മുംബൈ ക്യാമ്പും ആശങ്കയിലായിരുന്നു. എന്നാൽ യുവതാരം ഗസൻഫറിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അവിശ്വസനീയമായ വേഗത്തിൽ പാഞ്ഞെത്തിയ ഒരു കൃത്യമായ ക്യാരം ബോളിലൂടെ അദ്ദേഹം ഡൂബെയെ അക്ഷരാർത്ഥത്തിൽ കാഴ്ചക്കാരനാക്കി. ഡൂബെ തന്റെ ബാറ്റ് ചലിപ്പിക്കും മുൻപേ പന്ത് സ്റ്റമ്പുകൾ തകർത്തിരുന്നു. വെറും 5 റൺസിന് ഡൂബെ മടങ്ങിയതോടെ 8.1 ഓവറിൽ ചെന്നൈ 3-81 എന്ന അപകടകരമായ നിലയിലേക്ക് കൂപ്പുകുത്തി. സ്റ്റാൻസിലുണ്ടായിരുന്ന നീലപ്പടയുടെ ആരാധകർ അപ്പോൾ വാങ്കഡയെ ഇളക്കിമറിക്കുകയായിരുന്നു. മുംബൈ മത്സരത്തിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചുവെന്ന് എല്ലാവരും ഉറപ്പിച്ചു. ചെന്നൈയുടെ മധ്യനിരയുടെ നട്ടെല്ല് തകർന്നിരിക്കുന്നു. ഇനി ചെന്നൈയുടെ മുഴുവൻ പ്രതീക്ഷകളും സഞ്ജു സാംസൺ എന്ന ഒറ്റയാനിന്റെ ചുമലിലായിരുന്നു. അപ്പോഴാണ് ഈ നാടകീയതയിലേക്ക് ബേബി AB എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ യുവ സെൻസേഷൻ ഡേവോൾഡ് ബ്രേവസ് സഞ്ജുവിന് കൂട്ടായി ക്രീസിലെത്തിയത്. പ്രതിരോധിക്കാൻ താൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സാന്റ്നറിന്റെ ഒരേ ഓവറിൽ 2 പടുകൂറ്റൻ സിക്സറുകൾ പറത്തി ബ്രേവസ് വാങ്കഡയെ ഞെട്ടിച്ചു. മറുവശത്ത് സഞ്ജു സാംസൺ ഒരു അമാനുഷിക അവതാരം പോലെയാണ് കാണപ്പെട്ടത്. ഹാർദിക് പാണ്ഡ്യയുടെ വേഗതയെ തനിക്കനുകൂലമാക്കിക്കൊണ്ട് സഞ്ജു തുടർച്ചയായി ബൗണ്ടറികൾ പായിച്ച് വെറും 28 പന്തുകളിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. സഞ്ജു ബാറ്റ് വായുവിൽ ഉയർത്തിയപ്പോൾ ചെന്നൈയുടെ മുഴുവൻ ഡഗ്ഔട്ടും ആ പോരാളിക്ക് എഴുന്നേറ്റ് നിന്ന് ആദരവർപ്പിച്ചു. എന്നാൽ ഈ കൂട്ടുകേറും അപകടകരമായി വളരുമ്പോഴാണ് യുവ ബൌളർ അശ്വിനി കുമാർ തന്റെ ബുദ്ധി പ്രയോഗിച്ചത്. ശരീരത്തിന് നേരെ പാഞ്ഞുവന്ന വേഗതയേറിയ ഒരു ഷോർട്ട് പിച്ച് പന്തിൽ തന്റെ പ്രിയപ്പെട്ട അപ്പർ കട്ട് കളിക്കാൻ ശ്രമിച്ച ബ്രേവസ് അതിർത്തിയിൽ കാത്തുനിന്നിരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർമാരിലൊരാളായ ജസ്പ്രീത് ബുംറയുടെ കൈകളിൽ ഒതുങ്ങി. ബ്രേവസ് വീണെങ്കിലും ചെന്നൈയുടെ കൊടുങ്കാറ്റടങ്ങിയില്ല. സഞ്ജുവിന് കൂടെ ചേർന്ന യുവതാരം കാർത്തിക് ശർമ്മ 14ാം ഓവറിൽ സാന്റ്നറിന്റെ ഫ്ലൈറ്റഡ് പന്തുകളെ അതിമനോഹരമായി വായിച്ചെടുത്തുകൊണ്ട് തുടർച്ചയായി 2 സിക്സറുകൾ പറത്തി മുംബൈയുടെ സ്പിൻ ആക്രമണത്തെ ഛിന്നഭിന്നമാക്കി. മറുവശത്ത് കിട്ടുന്ന ഓരോ മോശം പന്തുകളെയും സഞ്ജു അതിർത്തി കടത്തിക്കൊണ്ടിരുന്നു. 15 ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ ചെന്നൈ 4-149 എന്ന കൂറ്റൻ സ്കോറിലെത്തിയിരുന്നു. ഈ കൂട്ടുകേറും ഇപ്പോൾ വിഘടിപ്പിക്കാൻ കഴിയാത്ത വിധം ശക്തമായി മാറിയിരുന്നു.
മത്സരം ഡെത്ത് ഓവറുകളിലേക്ക് കടന്നപ്പോൾ ആകാംക്ഷ അതിന്റെ പരകോടിയിലായിരുന്നു. 16-ാം ഓവറിൽ യുവ ബൌളർ കൃഷ്ണ ഭഗത് എത്തിയപ്പോൾ സഞ്ജുവിന്റെ സംഹാരതാണ്ഡവം അതിന്റെ പൂർണ്ണരൂപം പ്രാപിച്ചു. ഭഗത്തിന്റെ ആദ്യത്തെ സ്ലോ ബോൾ യാതൊരു ദയയുമില്ലാതെ ലോങ് ഓണിനുകളിലൂടെ സഞ്ജു അതിർത്തി കടത്തി. ഉടൻ തന്നെ ഒരു യോക്കർ എറിയാൻ കൃഷ്ണ ശ്രമിച്ചെങ്കിലും സഞ്ജുവിന്റെ മാന്ത്രിക കൈത്തണ്ടുകൾ ആ പന്തിനെ ഷോർട്ട് തേർഡ് മാനിനരികിലൂടെ ബൗണ്ടറിയിലെത്തിച്ചു. 17-ാം ഓവറിൽ മുംബൈയുടെ തുറുപ്പുചീട്ടായ ജസ്പ്രീത് ബുംറ വീണ്ടും പന്തെടുത്തെത്തി. ബുംറയുടെ കൃത്യതയ്ക്ക് മുന്നിൽ പതറിയ കാർത്തിക് ശർമ്മ ഒരു ലോ ഫുൾ ടോസ് പന്ത് സർവ്വശക്തിയും ഉപയോഗിച്ച് അടിച്ചുവിട്ടു. എന്നാൽ അത് ഡീപ് സ്ക്വയർ ലെഗിലേക്ക് ഉയർന്നുപൊങ്ങി. മിന്നൽ വേഗത്തിൽ പാഞ്ഞെത്തിയ മിച്ചൽ സാന്റ്നർ അവിശ്വസനീയമായ ഒരു ഡൈവിംഗ് ക്യാച്ചിലൂടെ ആ പന്ത് കൈപ്പിടിയിലൊതുക്കി. എന്നാൽ ആ ഡൈവിനിടയിൽ സാന്റ്നറിന്റെ തോളിന് ഗുരുതരമായി പരിക്കേറ്റത് മുംബൈ ക്യാമ്പിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. തുടർന്ന് ക്രീസിലെത്തിയത് ഇംഗ്ലണ്ടിന്റെ വമ്പനടിക്കാരനായ ജെയ്മി ഓവർട്ടണാണ്. 18-ാം ഓവറിൽ പന്തെറിയാനെത്തിയ അശ്വിനി കുമാറിനെ ഓവർട്ടൺ നിഷ്കരുണം വേട്ടയാടി. ആദ്യ പന്തിൽ തേർഡ് മാനിലൂടെ ഒരു ബൗണ്ടറി, അടുത്ത പന്തിൽ എക്സ്ട്രാ കവറിന് മുകളിലൂടെ മറ്റൊരതിമനോഹരമായ 4. അശ്വിനി എറിഞ്ഞ മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗതയുള്ള പന്തിനെ ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു വമ്പൻ സിക്സറിനു പറത്തി ഓവർട്ടൺ വാങ്കനയെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദനാക്കി. എന്നാൽ അവസാന പന്തിൽ അശ്വിനിയുടെ വേഗതയിൽ കുരുങ്ങിയ ഓവർട്ടൺ ഡീപ് പോയിന്റിൽ നമാൻ ധിറിന്റെ കൈകളിൽ അവസാനിച്ചു. അങ്ങനെ രാത്രിയുടെ ഇരുട്ടിൽ വാങ്കഡയിലെ ഫ്ലഡ് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ ശ്വാസം അടക്കിപ്പിടിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ അന്തിമ 20-ാം ഓവർ ആരംഭിച്ചു. കാണികളുടെ മുഴുവൻ കണ്ണുകളും തന്റെ മാന്ത്രിക സെഞ്ചുറിക്ക് തൊട്ടരികിൽ നിൽക്കുന്ന സഞ്ജു സാംസണിൽ മാത്രമായിരുന്നു. അവസാന ഓവർ എറിയാൻ ക്യാപ്റ്റൻ പാണ്ഡ്യ ഒരിക്കൽ കൂടി യുവതാരം കൃഷ്ണ ഭഗത്തിനെ ഏൽപ്പിച്ചു. എന്നാൽ സഞ്ജുവിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ആദ്യ പന്ത് തന്നെ അതിമനോഹരമായി പിക്ക് ചെയ്ത് സഞ്ജു ഡീപ് മിഡ് വിക്കറ്റ് സ്റ്റാൻസിലേക്ക് ഒരു ഭയാനകമായ സിക്സർ പരത്തി 90-കൾ കടന്നു. വാങ്കഡെ മുഴുവൻ സഞ്ജു സഞ്ജു എന്ന നാമത്താൽ പ്രകമ്പനം ചെയ്തു. സമ്മർദ്ദത്തിലായ കൃഷ്ണ അടുത്ത പന്ത് വൈഡെറിഞ്ഞു. 4-ാം പന്തിൽ സഞ്ജു തന്റെ കരുത്തും സാങ്കേതിക തികവും സമന്വയിപ്പിച്ച് എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഒരു ആകാശഗംഗ സിക്സർ കൂടി പായിച്ചു. ആ സിക്സറിലൂടെ ചെന്നൈ 200 കടക്കുകയും സഞ്ജു 97-ലെത്തുകയും ചെയ്തു. അവസാന പന്ത് എറിയാൻ തയ്യാറെടുക്കുമ്പോൾ സഞ്ജുവിനു തന്റെ ഐതിഹാസിക സെഞ്ചുറി തികയ്ക്കാൻ വേണ്ടത് കേവലം 3 റൺസ് മാത്രം. കൃഷ്ണ എറിഞ്ഞ ഷോർട്ട് പിച്ച് പന്തിൽ തന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് സഞ്ജു ഒരു ഗംഭീര പുൾ ഷോട്ട് ഉതിർത്തു. പന്ത് ഡീപ് സ്ക്വയർ ലെഗ് ബൗണ്ടറി കടന്നതോടെ വാങ്കഡെ ആവേശക്കടലായി മാറി. വെറും 54 പന്തുകളിൽ സഞ്ജു സാംസൺ ഈ സീസണിലെ തന്റെ 2ാമത്തെ IPL സെഞ്ചുറി പൂർത്തിയാക്കി. അമ്പയർ 4 വിധിച്ചയുടനെ തന്റെ ഹെൽമെറ്റ് ഊരി ഇരു കൈകളും ആകാശത്തേക്കുയർത്തി സഞ്ജു ആ മാന്ത്രിക രാത്രിയിൽ തന്റെ നേട്ടം ആഘോഷിച്ചു. സാക്ഷാൽ MS ധോണി ഉൾപ്പെടെയുള്ള ചെന്നൈ ക്യാമ്പ് എഴുന്നേറ്റ് നിന്ന് ആ പോരാളിക്ക് ആദരവർപ്പിച്ചു. നിശ്ചിത 20 ഓവറുകൾ അവസാനിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് 6-ന് 207 എന്ന കൂറ്റൻ സ്കോറിലെത്തിയിരുന്നു. 10 അതിമനോഹരമായ 4-കളും 6 കൂറ്റൻ സിക്സറുകളുമടക്കം 101 റൺസുമായി സഞ്ജു സാംസൺ പുറത്താകാതെ നിന്നു. മുംബൈയുടെ ബൌളർമാർ പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ പൂർണ്ണമായും നിസ്സഹായരായിരുന്നു. 31 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറയ്ക്കും സഞ്ജുവിന്റെ കൊടുങ്കാറ്റിനെ തടയാനായില്ല. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഉയർത്തിയ 208 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടരാൻ മുംബൈ ഇന്ത്യൻസ് കളത്തിലിറങ്ങിയപ്പോൾ വാങ്കഡെ സ്റ്റേഡിയം പ്രതീക്ഷകളുടെ ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചുമറിയുകയായിരുന്നു. മുംബൈയുടെ വിശ്വസ്തരായ ഓപ്പണർമാർ ക്വിന്റൺ ഡീകോക്കും യുവതാരം ഡാനിഷ് മാളേവാറും ക്രീസിലേക്ക് നടന്നെടുത്തപ്പോൾ ഗാലറികളിൽ വൻ ആരവമുയർന്നു. ചെന്നൈ നായകൻ തന്റെ തുറുപ്പ് ചീട്ടായ ഇംപാക്ട് സബ് സ്പിന്നർ അഖീൽ ഹുസൈനെയാണ് ആദ്യ ഓവർ എറിയാൻ നിയോഗിച്ചത്. ഇന്നിംഗ്സിന്റെ 2ാമത്തെ പന്തിൽ തന്നെ തന്റെ ക്ലാസ് തെളിയിച്ചുകൊണ്ട് ഡീകോക്ക് സ്ക്വയർ ലെഗിലൂടെ ഒരു ഉജ്ജ്വലമായ സ്വീപ്പ് ഷോട്ടിലൂടെ പന്ത് ഗാലറിയിലെത്തിച്ച് സിക്സറോടെ അക്കൗണ്ട് തുടങ്ങി. മുംബൈ ആരാധകർ ആവേശത്തിന്റെ കൊടുമുടിയിലായി. എന്നാൽ ആ ആവേശം വെറും കുമിള പോലെ ക്ഷണികമായിരുന്നു. അതേ ഓവറിലെ അവസാന പന്തിൽ തന്റെ മാന്ത്രിക സ്പിന്നിലൂടെ അഖീൽ ഹുസൈൻ തിരിച്ചടിച്ചു. ഫ്ലൈറ്റ് ചെയ്തു വന്ന പന്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ച മാളേവാറിന്റെ ബാറ്റിന്റെ അരികിൽ ഉരസിയ പന്ത് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ യാതൊരു പിഴവുമില്ലാതെ കൈപ്പിടിയിലൊതുക്കി. മുംബൈക്ക് തങ്ങളുടെ ആദ്യ പ്രഹരമേറ്റു. ആദ്യ വിക്കറ്റ് വീഴുന്നതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപേ 2ാം ഓവറിൽ തീയുണ്ടകളുമായി മുകേഷ് ചൌധരി അവതരിച്ചു. തന്റെ 5ാമത്തെ പന്തിൽ മണിക്കൂറിൽ 138.9 കിലോമീറ്റർ വേഗതയിൽ പുറത്തേക്ക് സ്വിംഗ് ചെയ്തു വന്ന ഒരു മനോഹരമായ പന്തിൽ ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ച ഡീകോക്കിന് പൂർണ്ണമായും പിഴച്ചു. പന്തിന്റെ ഗതി മനസ്സിലാക്കാതെ ബാറ്റ് വീശിയ ഡീകോക്കിന്റെ ബാറ്റിൽ കട്ടി പന്ത് നേരെ സ്റ്റമ്പുകളിലേക്ക് ഇടിച്ചു കയറി. വാങ്കഡെ അക്ഷരാർത്ഥത്തിൽ ഒരു നിമിഷം ശ്മശാന മൂകമായി. 3ാം ഓവറിൽ 3ാം നമ്പറിൽ ക്രീസിലെത്തിയ മുംബൈയുടെ സ്വന്തം സൂര്യകുമാർ യാദവ് മുകേഷ് ചൌധരിയുടെ പന്തിൽ തന്റെ സവിശേഷമായ ശൈലിയിൽ ഫ്ലിക്ക് ചെയ്ത് ഒരു 4 നേടിയെങ്കിലും അപകടം അവിടെ അവസാനിച്ചിരുന്നില്ല. 3ാം ഓവറിൽ വീണ്ടും പന്തെടുത്ത അഖീൽ ഹുസൈൻ മുംബൈയുടെ നട്ടല്ലൊടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 90.6 കിലോമീറ്റർ വേഗതയിൽ വന്ന പന്തിൽ വമ്പനടിക്ക് ശ്രമിച്ച നമൻ ധിറിനെ അഖീൽ ക്ലീൻ ബൗൾഡാക്കി. പന്ത് നേരെ മിഡിൽ സ്റ്റമ്പ് പിഴുതെറിയുന്നത് കണ്ട് വിശ്വസിക്കാനാവാതെ നമൻ ധിർ തലകുനിച്ച് പെവലിയനിലേക്ക് മടങ്ങി. സ്കോർ ബോർഡിൽ വിരലിലെണ്ണാവുന്ന റൺസ് മാത്രമുള്ളപ്പോൾ മുംബൈയുടെ മുൻനിര തകർന്ന് തരിപ്പണമായിരുന്നു. എന്നാൽ പൊരുതാതെ കീഴടങ്ങാൻ മുംബൈ തയ്യാറായിരുന്നില്ല.
ക്രീസിൽ ഒന്നിച്ച സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ചേർന്ന് പ്രത്യാക്രമണത്തിന്റെ ഒരു പുതിയ അധ്യായം രചിക്കാൻ തുടങ്ങി. 4-ാം ഓവറിൽ മുകേഷ് ചൌധരിയുടെ വൈഡ് പന്തിൽ സൂര്യകുമാർ നേടിയ മനോഹരമായ കട്ട് ഷോട്ട് ബൗണ്ടറിയും 5-ാം ഓവറിൽ അൻഷുൽ കാംബോജിനെതിരെ തിലക് വർമ്മ തേർഡ് മാനിന് മുകളിലൂടെ നേടിയ ഫോറും മുംബൈ ക്യാമ്പിൽ നേരിയ പ്രതീക്ഷ നൽകി. പിന്നീട് അങ്ങോട്ട് ഇരുവരും ചേർന്ന് ചെന്നൈ ബൌളർമാരെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 8-ാം ഓവറിൽ മുകേഷ് ചൌധരിയെ പോയിന്റിലൂടെയും കവറിലൂടെയും തുടർച്ചയായി ബൗണ്ടറി കടത്തിയ സൂര്യകുമാറും ജെയ്മി ഓവർട്ടന്റെ 10-ാം ഓവറിൽ തുടർച്ചയായ 2 മനോഹരമായ ഫോറുകൾ നേടിയ തിലക് വർമ്മയും ചേർന്ന് സ്കോർ ബോർഡ് ചലിപ്പിച്ചു. 11-ാം ഓവറിൽ നൂർ അഹമ്മദിനെതിരെ ക്രീസിൽ നിന്നിറങ്ങി തിലക് വർമ്മ ഒരു കിടിലൻ ബൗണ്ടറി കൂടി അടിച്ചതോടെ മുംബൈ മത്സരത്തിലേക്ക് തിരിച്ചുവരികയാണെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ ക്രിക്കറ്റ് എന്ന ഗെയിമിന്റെ അനിശ്ചിതത്വം അതിന്റെ ഏറ്റവും ക്രൂരമായ രൂപത്തിൽ 12-ാം ഓവറിൽ പുറത്തുവന്നു. തന്റെ സ്പെല്ലിലെ അവസാന ഓവർ എറിയാമെത്തിയ അഖീൽ ഹുസൈൻ വീണ്ടും മുംബൈയുടെ അന്തകന്റെ കുപ്പമണിഞ്ഞു. ലൈനിന് കുറുകെ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച തിലക് വർമ്മയ്ക്ക് ടൈമിംഗ് പിഴച്ചു. ഇൻസൈഡ് എഡ്ജായ പന്ത് വീണ്ടും സ്റ്റമ്പുകൾ തകർത്തെറിഞ്ഞു. മുംബൈ എത്രയാണെങ്കിലും മുംബൈയുടെ ഏറ്റവും മികച്ച കൂട്ടുകെട്ട് അവിടെ അവസാനിച്ചു. തുടർന്ന് വന്നത് മുംബൈയുടെ സമ്പൂർണ്ണ തകർച്ചയുടെ ഹൃദയഭേദകമായ നിമിഷങ്ങളായിരുന്നു. ആവശ്യമായ റൺ റേറ്റ് 15 കടന്നതിന്റെ കടുത്ത സമ്മർദ്ദവുമായി ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് 13-ാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ നൂർ അഹമ്മദിന്റെ ഗുഗ്ലിക്ക് മുന്നിൽ ഉത്തരമില്ലാതായി. ഒരു വന്യ സ്ലോഗ് ഷോട്ടിന് ശ്രമിച്ച പാണ്ഡ്യയുടെ ബാറ്റിൽ തട്ടിയ പന്ത് ഷോട്ട് തേർഡ് മാനിൽ മുകേഷ് ചൌധരിയുടെ സുരക്ഷിതമായ കൈകളിൽ വിശ്രമിച്ചു. തൊട്ടടുത്ത പന്തിൽ ക്രീസിലെത്തിയ ഷെർഫെയ്ൻ റൂദർഫോർഡും നൂർ അഹമ്മദിന്റെ പന്തിൽ പുറത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ച് ഡീപ് പോയിന്റിൽ അൻഷുൽ കാംബോജിന്റെ ഒരു തകർപ്പൻ ഡൈവിംഗ് ക്യാച്ചിലൂടെ ഗോൾഡൻ ഡക്കായി മടങ്ങി. നൂർ അഹമ്മദ് ഹാട്രിക്കിന്റെ വക്കിൽ നിൽക്കെ 13 ഓവറുകൾ പിന്നിടുമ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ സ്കോർ ബോർഡിൽ തെളിഞ്ഞത് 6/87 എന്ന ദയനീയ ചിത്രമായിരുന്നു. മറുവശത്ത് സൂര്യകുമാർ യാദവ് 28 പന്തിൽ 5 ഫോറുകൾ അടക്കം 35 റൺസും 3 പന്തിൽ റൺസ് ഒന്നുമില്ലാതെ ഷർദുൽ ഠാക്കൂറും നിസ്സഹായരായി നിൽക്കുകയായിരുന്നു. എന്നാൽ ആ നിസ്സഹായത ഒരു വലിയ തകർച്ചയുടെ തുടക്കം മാത്രമായിരുന്നു. പിന്നീട് വന്ന മുംബൈ ബാറ്റ്സ്മാൻമാർക്കൊന്നും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മാരകമായ ബൌളിംഗ് ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. റൺ റേറ്റിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ വാലറ്റം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. സൂര്യകുമാർ യാദവ് ഒരറ്റത്ത് ഒറ്റയാൾ പോരാട്ടം നടത്താൻ പരമാവധി ശ്രമിച്ചെങ്കിലും കൂട്ടുനിൽക്കാൻ ആളില്ലാതെ വന്നതോടെ അദ്ദേഹത്തിന്റെ പോരാട്ടവും അവസാനിച്ചു. 208 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യത്തിന് മുന്നിൽ മുംബൈ ഇന്ത്യൻസ് പൊരുതാൻ പോലും ആവാതെ അടിയറവ് പറഞ്ഞപ്പോൾ ചരിത്രമുറങ്ങുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അവിശ്വസനീയവും ആധികാരികവുമായ ഒരു വമ്പൻ വിജയം സ്വന്തമാക്കി. സഞ്ജു സാംസന്റെ മാന്ത്രിക സെഞ്ചുറിയും അഖീൽ ഹുസൈന്റെയും നൂർ അഹമ്മദിന്റെയും സ്പിൻ മാന്ത്രികതയും ചേർന്ന് മുംബൈയുടെ മണ്ണിൽ ചെന്നൈക്ക് സമ്മാനിച്ചത് IPL ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു ഇതിഹാസ വിജയമായിരുന്നു. ഒരു വശത്ത് മുംബൈ ആരാധകർ നിരാശയോടെയും വിശ്വസിക്കാനാവാത്ത ഞെട്ടലോടെയും സ്റ്റേഡിയം വിടുമ്പോൾ മറുവശത്ത് വാങ്കഡയിലെ നീലക്കടൽ സാവധാനം മഞ്ഞപ്പടയുടെ ആവേശത്തിന് പൂർണ്ണമായും വഴിമാറുകയായിരുന്നു. ഗാലറികളിൽ മുഴങ്ങിയ CSK സഞ്ജു എന്നീ അലർച്ചകൾ അറബിക്കടലിന്റെ തിരമാലകളെ പോലും നിഷ്പ്രഭമാക്കുന്നതായിരുന്നു. തോൽവിയുടെ ആഴം വരും നാളുകളിൽ മുംബൈ ഇന്ത്യൻസിനെ ഇരുത്തി ചിന്തിപ്പിക്കുമ്പോൾ ഈ ആധികാരിക വിജയം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കിരീടമോഹങ്ങൾക്ക് നൽകുന്ന ഊർജ്ജം പറഞ്ഞറിയിക്കാനാവുന്നതാണ്. പൊരുതാൻ പോലും മറന്നുപോയ മുംബൈക്ക് ഇതൊരു വലിയ ദുസ്വപ്നമായി മാറുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ സഞ്ജുവിന്റെ ഈ അമാനുഷിക പ്രകടനവും ചെന്നൈയുടെ കുതിപ്പും കാലങ്ങളോളം മായാതെ നിൽക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.